അവിടെ ഒരു കൊച്ചു ഗ്രാമമുണ്ട് കേട്ടോ, കൊച്ചു ഗ്രാമം. നമ്മളിതുപോലെ ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട്. ഇവിടെ തൊട്ട് അങ്ങോട്ട് റോഡ് പണി നടക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ, സൂക്ഷിച്ചു പോകണം. നമ്മൾ പോയ ഈ റോഡും ക്ലോസ്ഡ് ആണ്. അവിടെ നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ്. തിരിച്ചു പോയിട്ട് ഇനി അപ്പുറത്ത് ആ ഭാഗത്ത് കാണുന്നില്ലേ റോഡ്, ആ റോഡ് വഴി പോകണമെന്നാണ് പറയുന്നത്. അതുവഴി പോകാൻ പറ്റുമെന്നാണ് പറയണത്. ആ റോഡ് കയറണമെങ്കിൽ നമുക്കിനി ഏകദേശം ഒരു 10-12 കിലോമീറ്ററെങ്കിലും ബാക്കിലോട്ട് പോകണം. ഏറ്റവും കുറഞ്ഞ 10-15 കിലോമീറ്ററെങ്കിലും ബാക്കിലോട്ട് പോകേണ്ടി വരും. ഫുൾ ഓഫ് റോഡാണ്. സംഭവം നല്ല ഇരുട്ട് വീണ് തുടങ്ങി കേട്ടോ. ഇരുട്ട് വീണ് തുടങ്ങി. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എത്തിപ്പെടാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു സ്റ്റേ കിട്ടുന്ന ഒരു സ്ഥലം വരെ നമുക്ക് എങ്ങനെയെങ്കിലും ഇരുട്ടുന്നത് ചെന്ന് പെടണം. നമുക്കടുത്ത് പോകാനുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പടുമാണ് കേട്ടോ, പടും. അപ്പോഴേ അവിടത്തേക്ക് ഇന്ന് 22 കിലോമീറ്റർ ഉണ്ട്. 22 കിലോമീറ്റർ. നേരെ നല്ല സന്ധ്യയായി. സന്ധ്യയ്ക്ക് മുമ്പേ അവിടെ എത്തണമെന്ന് വിചാരിച്ചതാണ്, നടന്നില്ല. നമുക്ക് റൂട്ടിലൊക്കെ മറ്റേ ബ്ലോക്ക് ആയതുകൊണ്ട് നടന്നില്ല. എല്ലാം ക്ലോസ്ഡ് അല്ലായിരുന്നു, റോഡെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിലൂടെ ഇനി 22 കിലോമീറ്റർ സഞ്ചരിച്ചാലും നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ പോവുകയാണ്. ഇരുട്ടുന്നത് അവിടെ എത്തിയാൽ ഭാഗ്യം. ഇനി നമുക്ക് 15 കിലോമീറ്റർ കൂടെ കേട്ടോ. 15 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയൊക്കെ ഇടിഞ്ഞു വീണതുകൊണ്ട് നമുക്ക് രാത്രിയിലുള്ള യാത്ര അത്ര സേഫ് അല്ല. അപ്പോൾ നമുക്കെന്തായാലും തങ്ങാൻ ഒരു റൂം കിട്ടിയിട്ടുള്ളത് കോമഡി ആട്ടാ. ഇവിടെ കുറേ കുഞ്ഞു പിള്ളേരും ഒരു വീട് കണക്കുള്ള സെറ്റപ്പാട്ടാ. വീട് കണക്കുള്ളൊരു സെറ്റപ്പാണ് കണ്ടാ. ഇവിടുത്തെ സെറ്റപ്പ് വേറെയാണ്. ഫുള്ള് വേറൊരു വൈബാട്ടാ.
ഫുഡ് ഉണ്ടാക്കുന്നത്. എന്താ നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടോ, നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതാ. നൈസ് വൈബാണ് കേട്ടോ. നൈസ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. നമുക്ക് ഇതാ നമ്മളിപ്പം ഇത് ചൂടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തീയാണ്, നമ്മൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുഡാണ് കേട്ടോ, ഫുഡ് വയ്ക്കുന്നത്. നൈസ് ചേട്ടാ, നൈസ്. പിള്ളേരൊരു രക്ഷയില്ല കേട്ടോ. തമ്മിലടിയാണ് കേട്ടോ. തമ്മിലടി എന്ന് പറഞ്ഞാൽ കിടിലം തമ്മിലടി. എന്തായാലും നമ്മൾ എന്തായാലും കഴിക്കാൻ പോയാണ് കേട്ടോ. നമുക്ക് വേണ്ടി കഴിക്കാനുള്ള ഫുഡാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് ശേഷം കാണാം. എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ള റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂമാണ് കേട്ടോ. രക്ഷ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ഒരു എന്താ പറയുക, ഭയങ്കര രസമുള്ള റൂം, ഭയങ്കര രസമുള്ള ഒരു ആംബിയൻസ് റൂമല്ല, ഒരു ആംബിയൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇരിക്കുന്നത് അടുക്കള പോലത്തെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. അവരുണ്ടാക്കും, നമ്മൾ കഴിക്കും, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ്. ഇതിലെ ഒന്ന് കയറി അടുക്കളയിലൊക്കെ കയറിയിരുന്ന് ഫുഡിന്റെ കാര്യവും അവിടെ ഇരുന്ന് തീയൊക്കെ കാഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സാധനത്തിന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണോ, ഏത് ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നും അറിയാൻ പാടില്ല. ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വയറ്റിലൊരു കിട്ടിലിടി കിട്ടി. കുംഫാണ് കേട്ടോ, എന്റെ വയറ്റിലൊരു കിട്ടിലിടി കിട്ടി. അളിയന്റെ വാരിയലിനിട്ട് ഒരു ഇടി, അളിയന്റെ വാരിയലിനിട്ട് ഒരെണ്ണം. നിനക്ക് അവിടെ കിട്ടിയത്? അവന് പൊക്കളുണ്ട് അവിടെ കിട്ടി ഒരെണ്ണം. എന്തായാലും വയ്യ, മിക്കവാറും ആഹാരം കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഇവിടെ നടുവ് നടന്ന് കിടക്കേണ്ടി വരും മിക്കവാറും. നീ പോയി ഗോ ടു സ്ലീപ്പ്. ടുമാറോ അയ്യോ അത് അങ്ങനെ ചെയ്തോ ചെറുക്കാൻ പേടിച്ചാണ്. वीडियो बंद करता हूँ. हाँ वीडियो बंद लो स्विच ऑफ करूँगा मैं. रुको स्विच ऑफ ജിതിന് ചെറിയൊരു ഷോൾഡർ പെയിൻ. അപ്പോഴത്തേക്കും അവൻ മസാജ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുരുത്തക്കെട്ട സാധനം ഇതാണ് കേട്ടോ. മറ്റോ അടിയൊക്കെ ഉള്ളു, പക്ഷെ അവനെ എടുത്തിട്ട് അടിക്കണ മുതൽ ഇതാണ്. आपका नाम? ഹബീബ. ഹബീബയാണ് അവളുടെ പേര്. വേറെ ഒരിടത്തെടുത്താലും ഇത്രയും എന്താ പറയുക സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പെരുമാറാൻ പറ്റില്ല. ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ നമുക്ക് നല്ല സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫുഡായിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അയ്യോ വില്ലനെത്തി വില്ല. ഇവന് ഇടിയാണ് മെയിൻ, പക്ഷെ ലെവൽക്ക് കുരുത്തക്കേടും. என்ன மச்சான் நீ இப்படி இருக்க? முடியல மச்சான், முடியல.
നമുക്കിതൊക്കെ ഒരു 4 ഡിഗ്രിയാണ്. അവർ നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി ഇവിടെ തറയിൽ മറ്റേ ഇതൊക്കെ കൊണ്ടുവരിച്ച് തുണിയൊക്കെ കൊണ്ടുവരിച്ച്. അപ്പോൾ നമുക്കായിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് വന്നിട്ടുണ്ട്. നമ്മുടെ റൊട്ടിയും നമ്മുടെ വെജിറ്റബിൾ കറിയാണ് കേട്ടോ. വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇതേണ്ട ഒരു ചെറിയ ഇതാണ് ഫുള്ളൊരു നൈസ് വൈബാണ് കേട്ടോ. നൈസ് വൈബ്. നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം ആഗ്രഹിച്ചിരുന്നു. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. ഇങ്ങനൊരു ആംബിയൻസ് ആഗ്രഹിച്ചിരുന്നു മനസ്സിൽ. വീട്ടിൽ അവരും അവരുടെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ വളഞ്ഞുകൂടിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കഴിച്ചു തുടങ്ങാൻ പോകണം കേട്ടോ. ഇവിടെ ഒരു പ്ലേറ്റ് ചോദിച്ചാലോ? ഉരുളക്കിഴങ്ങ് എന്നാ പിടിച്ചു നോക്കാം. ഫുഡ് രക്ഷയില്ല കേട്ടോ. അടിപൊളി. എങ്ങനെയുണ്ട്? രക്ഷയില്ലാട്ടോ. ഇത്രയും കമ്പിളിപ്പുതപ്പ് 2 എണ്ണം വിരിച്ചിട്ട് പോലും തണുപ്പ് മാറുന്നില്ല. 2 പനിയെ, അതിൻ്റെ പുറത്ത് ടെർമൽ, അതിൻ്റെ പുറത്ത് കമ്പിളിപ്പുതപ്പ്. പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റണില്ല. ഭയങ്കര തണുപ്പ്. നമ്മളെ റൂം ഇതാണ് കേട്ടോ. ഇതാണ് നമ്മളെ റൂം. നല്ല വെറൈറ്റി റൂമാണ്. സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീച്ചൊന്ന് ഫ്രഷൊക്കെ ആയി. പുറത്തെ വ്യൂ കാണിച്ചു തരാം. ജനൽ വിൻഡോ വഴിയുള്ള പുറത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. പുറത്തോട്ടിറങ്ങാം. ഇതാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങി ഇവിടെ മുൻവശത്ത് നിന്നുള്ള വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ പോകാം. ചായ ചായ റൊട്ടി
റൊട്ടി ബട്ടർ ജാം. ഓക്കെ ഓക്കെ. റൊട്ടി ബട്ടർ ജാം. ഓ സൂപ്പർ. ചായ അന്തസ്. അന്തസ്സാണ്. കഴിച്ചോളാം. നൈസ്. ഭയങ്കര രസമുണ്ട് കേട്ടോ അവരോട് സംസാരിച്ചിരിക്കാൻ. I'm 8 brothers and sisters. 8 brother. 8. 6 sisters, 2 brothers. Okay. Super. Big family. Big family. Your husband worked at Kargil. Police officer. Okay. Now he is at there. Today he come here. Okay. On day duty and on day rest. Okay. 15 days rest, 15 days duty. Okay. Super. 15 ദിവസം വർക്കിങ്ങും 15 ദിവസം ലീവാണ്. നമ്മളവിടെ വളരെ കണക്കാണ്. കാർഗിലാണ് വർക്ക് ചെയ്യുന്നത് കൂടി. അപ്പം അവിടെ നിന്ന് എനിക്ക് 4 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. 15 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 15 ദിവസം ഇവിടെ ഫാമിലി ഉണ്ടോ. പുള്ളിക്കാരുടെ ഭർത്താവ് കാർഗിലിലെ പോലീസാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയാണ് കേട്ടോ. Also roti, chapati roti. Everything different. I'm more than I've experienced. I'm more daily. നല്ല സ്റ്റേ ആണ്. നല്ല സ്റ്റേ, നല്ല ഫുഡ്. രണ്ട് നേരത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. എല്ലാം കൊള്ളാം. അടിപൊളി. ഇത്ര സ്റ്റേ എടുത്തില്ല. സംഭവം ഇവിടെ പുറത്ത് കാണുന്ന പോലെ അല്ല കേട്ടോ. പുറത്ത് അവര് ഫുള്ള് ഈ തണുപ്പിന് പ്രതിരോധിക്കാനുള്ള ഫുള്ള് അകത്താണ് ചെയ്തിട്ടുള്ളത്. പുറത്ത് ജസ്റ്റ് ഇങ്ങനെയാണെങ്കിലും അകത്ത് മൊത്തവും മാരകമായിട്ട് അവർ ചെയ്തേക്കണേ. മാരകമായിട്ട് അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം സെറ്റാക്കി നമ്മൾ പോവുകയാണ് കേട്ടോ. ഇനി നേരല്ലേ ഇതിവിടെ അടുത്തുള്ള മറ്റൊരു വില്ലേജാണ് കേട്ടോ, മറ്റൊരു ഗ്രാമം. സംഭവം ഇവർ അപകട സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഓരോ വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മുകളിലൊന്ന് പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴാത്തതായിട്ടും മഞ്ഞ് വലുതായിട്ട് ഇടിഞ്ഞു വീഴാത്തതായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഗ്രാമങ്ങൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീസണിലൊക്കെ ആണെങ്കിൽ ഒരാൾ പൊക്കത്തിൽ കൂടുതലും മഞ്ഞ് ഇവിടെ മൂടുമെന്നാണ് പറയണത്. ടോട്ടലാണെങ്കിൽ ശരിയാണ് ഈ പ്രദേശത്ത് മൊത്തം ഏകദേശം ഒരാൾക്ക് മേളിൽ മഞ്ഞ് മൂടുമെന്നാണ് പറയണത്. അപ്പോൾ നമുക്കെന്തായാലും വീണ്ടും പണി കിട്ടി കേട്ടോ. നമുക്ക് ഈ റോഡ് ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും നമുക്ക് ലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റേ എടുത്തെടുത്തോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ എന്തായാലും ഒരു ദിവസം കൂടെ തങ്ങിയേ പറ്റുള്ളൂ നമുക്ക്. ഈ റോഡ് നാളെ വെനസ്ഡേയും സാറ്റർഡേയും മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ.
എന്തായാലും റോഡൊക്കെ ക്ലോസ് ആയിട്ട് നമുക്ക് എന്തായാലും പോകാൻ പറ്റിയില്ല അങ്ങോട്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് നമ്മുടെ പരിപാടി. വേണ്ട ശില വാട്ടർഫോൾ. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് നമ്മുടെ പരിപാടി കേട്ടോ. എന്തായാലും അങ്ങോട്ട് പോകാം നമുക്ക്. ഇന്നലെ നമ്മൾ ഒരു വില്ലേജിൽ പോയപ്പോഴത്തേക്കും നമുക്ക് അവർ ഇത് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അവരിങ്ങനെ യാക്കിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. സംഭവം ഇതാണ് സംഭവം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷിയുടെ സീസൺ ഇതാണ് കേട്ടോ. വിത്തിറക്കാനുള്ള സീസൺ ഇതാണ്. അതാണ് എല്ലാ വില്ലേജിലും എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതേ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കാണാവുന്ന വെള്ളച്ചാട്ടം എത്തി കേട്ടോ. ഇതാണ് നമ്മൾ കാണാവുന്ന വെള്ളച്ചാട്ടം. ഇവിടെ എല്ലാ വീട്ടിൻ്റെ മുകളിലും ഇതുപോലത്തെ സെറ്റപ്പ് കാണാം കേട്ടോ. വിറവ് സംഭവം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മഴക്കാലത്തേക്ക് വേണ്ടി ഇവരിപ്പോഴേ ഈ വിറവൊക്കെ ശേഖരിച്ച് വെക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. ഇവിടുത്തെ സസ്യമാണ് കേട്ടോ. നമ്മളെന്തായാലും വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുന്നിൻ്റെ നടുവിലൂടെയാണ് കേട്ടോ ആ ഒരു വാട്ടർഫോൾ ഉള്ളത്. ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ടൊരു കാഴ്ച കേട്ടോ. ഒരു ബോർഡ് അതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളുണ്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും നമ്മൾ ഇന്നലെ സ്റ്റേ എടുത്ത സ്ഥലത്തോട്ട് തന്നെ പോകുന്നു. ഇത് വന്നിട്ട് ആർമിയുടെ ക്യാമ്പാണ് കേട്ടോ. ഇത് ഇവരുടെ കൊച്ചി ടൗണാണ് കേട്ടോ. കാർ വാഷ്, ഇവിടെ സിമെൻറ്റ് ഇവിടെ.
ഫൈനലി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പറയാനാണ് കേട്ടോ ശരിക്കും ഇഷ്ടം. നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്. അപ്പം നമുക്കുള്ള ഉച്ചക്കത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറ്, കത്തിരിക്ക കൊണ്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കത് കത്തിരിക്ക കൊണ്ടാട്ടം എന്ന് പറയാം. പിന്നെ ഇത് തക്കാളി ഇതിന് തക്കാളി കറി എന്ന് പറയാം. ഇവിടെ എനിക്ക് കുറച്ച് വെച്ചാണ്. അതിൽ നിന്ന് കൂടെ കുറച്ച് Tomato chutney and brinjal. ഇടത്രയും കുഴപ്പമില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ സംഭവം എങ്ങനെയുണ്ടെന്ന്. ഇവിടുത്തെ ചോറ് ഇങ്ങനെയാണ് കേട്ടോ, കുഞ്ഞരിയാണ്. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നേ പിന്നെ കിട്ടിയ നല്ല അടിപൊളി ഫുഡാണ്. Sorry for late. എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്കുള്ള രാത്രിയത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാം. Come sir, come. Kerala, he's from Tamil Nadu. Nice sir. ഇത് പുള്ളിക്കാരിയുടെ ബ്രദറാണ് കേട്ടോ. Okay, where are you going tomorrow? This side. Tomorrow the road should be open. Yeah, this side. Leh side. Kargil illa. Kargil to Leh. Kargil illa. Direct Leh. Yeah, okay. Total little rough road. Yes, off road. But this road is okay. Very good road. Okay. Shinkula Pass. That Shinkula Pass, compared to Shinkula Pass, road is very. It's little bit. Thank you. Okay. For bike is good. Okay. Yeah, no, it's not. Route means coincidence, yeah, coincidence. Coincidence. Today staying also coincidence. Yeah. Actually, we are get off from your morning. In the petrol bunk we filled the petrol, and one of our colleague rider, he came back. He said the roads are closed. Yeah, it's okay. So after that only we will return. We went to that Sheila waterfall. Sheila waterfall this side, yeah. 5 kilometers something. You bro? Eat. No. After 5-10 minutes, we eat. Her husband is coming. Okay. Then we will. Okay. No. All are single. Single. All are single. Good. You are all my group. Waiting to mingle. Yeah. Ready to mingle. Yeah.
Then see Ladakhi girls, you know. Really, Leh, that's you are going to Leh. Lots of beauties. Go and find. It's luck. What is it? മച്ചാ ട്രൈ പണ്ണു മച്ചാ. Really. മച്ചാ ഈ ട്രൈ. Lots of beauties. മച്ചാൻ പൊളിയാണ് കേട്ടാ. Wednesday. Oh yeah, today, tomorrow is day. Yeah. Zaten budur. Bitireceğim budur bana. Wednesday and Sunday is Zaten budur. they are not working. Oh, So okay. I'm going to 6-7 hours. വെനസ്ഡേയും സാറ്റർഡേ അവർ വർക്കിംഗ് ആണ്. Yeah. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നതാണ് പറയണം. ആ റോഡ് ഓപ്പൺ ആയിരിക്കും എന്നാണ് പറയണം. ഇല്ലെങ്കിലാണ് നമുക്ക് ഏർലി മോർണിംഗിന് പോയിട്ട് ഓക്കെ. അപ്പോഴേ ബുധനാഴ്ചയും ശനിയാഴ്ച നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോവാല്ലേ? ആ റോഡ് പോകുന്നത്. ഓക്കെ. അല്ലെങ്കിൽ മാക്സിമം നേരത്തെ പോവാം. ചുമ്മാ റിസ്ക് എടുക്കണ്ട. This is a main center point. This side you are going to Leh, and if you are this side going to Kargil. Yeah, but This is the road to Kargil. yeah, Kargil. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും ലഡാക്ക് റീച്ച് ചെയ്യണം. ലഡാക്ക് നമുക്ക് എത്തണം നാളെ. It's no problem. Minus 35 degree is not a joke. Diesel vehicle is not starting yet. Petrol vehicle is also running. Totally rested for 4 to 5 months. Then we are starting. Nowadays we are starting. ഓക്കെ. റെസ്റ്റ് ആയിരിക്കും, ഫുള്ള് റെസ്റ്റ് ആയിരിക്കും. ഒരു Oh yeah. 4-5 months എന്തായാലും ഫുള്ള് റെസ്റ്റ് ആയിരിക്കും. ഒരു പണിക്ക് പോകാൻ പറ്റത്തില്ല. 4-5 മാസത്തേക്ക് 4-5 months you rest in home. Yeah. Stay home. Totally, yeah, you know, playing a game, go to market, nothing on. Totally boring. Really. Then after 5 months, 6 months, we are start working. I'm a government contractor. After 10 to 15 days, my labor is coming. Then I'll start work. Okay.